8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല, മിനിമം മാർക്ക് നിർബന്ധം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. വൈദ്യുതി ബില്ലടച്ചില്ല, മുസരീസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് ഊരി KSEB. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കാട്ടാന കൂട്ടമിറങ്ങി പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജ പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം ഇറങ്ങിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല, മിനിമം മാർക്ക് നിർബന്ധം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് സംവിധാനം കൊണ്ടുവരും. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും 30% മാർക്കും നിർബന്ധമാക്കും. 2026-2027 വർഷത്തിൽ മിനിമം മാർക്ക് 10ാം ക്ലാസ്സിലും നടപ്പിലാക്കും. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്നും എല്ലാവർക്കും A+ നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നുവെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വൈദ്യുതി ബില്ലടച്ചില്ല, മുസരീസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസ് ഊരി KSEB. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥയാണ്. മുസരീസ് പൈതൃക പദ്ധതിക്ക് കീഴിൽ നടത്തുന്ന ഉത്ഖനനത്തിലൂടെയും മറ്റും ലഭിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് 11 വർഷം മുൻപ് ആക്ടിവിറ്റി സെന്റർ നിർമ്മിച്ചത്. തുടക്കത്തിൽ ഏതാനും ചില പരിപാടികൾ നടന്നതൊഴിച്ചാൽ ആക്ടിവിറ്റി സെന്റർ കാഴ്ചവസ്തുവായ അവസ്ഥയിലാണ്. പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലെ ഒരു മുറി മാത്രമാണിപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കി പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തുടർച്ചയായി 16ാമത്തെ വർഷവും ജൈവ മഞ്ഞൾ കൃഷി ചെയ്ത് സലീം കാട്ടകത്ത. 3 ഏക്കറിലധികം സ്ഥലത്താണ് ഇത്തവണ മഞ്ഞൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. സലീമിന് മഞ്ഞൾ വെറുമൊരു വസ്തുവല്ല, ജീവിത ഔഷധമാണ്. 15 വർഷം മുമ്പാണ് വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം അമരിപ്പാടം സ്വദേശി കാട്ടകത്ത് സലീം ആദ്യമായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്. 2009 വന്ന അസുഖമാണ് സലീമിനെ മഞ്ഞൾ കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. ശരീരത്തിൽ പഴുപ്പ് വന്ന രോഗത്തിന് പല സ്ഥലത്തും ചികിത്സ നടത്തി. ശസ്ത്രക്രിയ നടത്തിയിട്ടും കുറവില്ലാതെ വന്നതോടെ ഇരിങ്ങാലക്കുടയിലെ ഒരു ആയുർവേദ ഡോക്ടറെ കാണുകയും നെല്ലിക്കാനീരിൽ മഞ്ഞൾ ചേർത്ത് കഴിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. മഞ്ഞൾ ചികിത്സ ഫലം കണ്ടു. രോഗം ഭേദമായി. തൻ്റെ രോഗം മാറ്റിയത് മഞ്ഞളിൻ്റെ പ്രധാന ഘടകമായ കുർക്കുമിനാണെന്ന് മനസ്സിലാക്കിയ സലീം പ്രതിരോധശേഷി കൂട്ടാനും ക്യാൻസറിനെ അടക്കം പ്രതിരോധിക്കാനും ചർമ്മ സംരക്ഷണത്തിനും ഉൾപ്പെടെ നിരവധി ഔഷധ ഗുണങ്ങൾ മഞ്ഞളിനുണ്ടെന്ന അറിവിൽ നിന്നും കൂടുതൽ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ക്രമേണ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു. പ്രതിഭാവിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. തെങ്ങിൻ തോട്ടത്തിലെ ഇടവിളയായും മഞ്ഞൾ ഉൾപ്പെടുത്തി. ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ സ്വന്തമായി തന്നെ സംസ്കരിച്ച് പൊടിയാക്കി വിപണനം നടത്തും. വിത്തായും നൽകും. കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ഉപഭോക്താക്കളാണുള്ളത്. കമ്പനികൾക്കും മൊത്ത കച്ചവടക്കാർക്കും മഞ്ഞൾ സലീം നൽകാറില്ല. 2 കിലോഗ്രാം മാത്രമേ ഒരാൾക്ക് ഒരു സമയം നൽകൂ. വളവും ജൈവ രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു. കീടങ്ങൾക്കെതിരെ ജൈവ രീതിയിലാണ് പ്രതിരോധം. നിരവധി പ്രമുഖർ സലീമിൻ്റെ കൃഷിയിടം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം മഞ്ഞൾ കൃഷി ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ആവശ്യമായ വിത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ മാതൃകാ കർഷകൻ. ആരംഭത്തിൽ ഞാൻ 1.5 ഏക്കറിൽ മഞ്ഞളാണ് ചെയ്തത്. ആ 1.5 ഏക്കറിൽ കൃഷി ചെയ്ത് അങ്ങനെ തുടർന്ന് 7 ഏക്കർ 6 ഏക്കർ വരെയും കൃഷി ചെയ്തിട്ടുണ്ട്. ജൈവ രീതിയിലാണ് ഞാൻ ചെയ്യുന്ന മഞ്ഞൾ. എൻ്റെ മഞ്ഞളിന് പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിത്ത് മാത്രം ജനങ്ങൾക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന പൊടിയെല്ലാം ഞാൻ കടയിലോ ഹോൾസെയിലിലോ ഒന്നും കൊടുക്കില്ല. കൊറിയറിൽ വിട്ട് കൊടുക്കും. വീട്ടിൽ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. എൻ്റെ മഞ്ഞൾ
ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആവിയിൽ പുഴുങ്ങിയും പച്ച തന്നെ അരിഞ്ഞുണക്കി ആണ് കൊടുക്കുന്നത്. കുറുക്കുമീൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. കച്ചവടക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ഇതുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൈവ രീതിയിലാണ് എൻ്റെ മഞ്ഞളിൻ്റെ കൃഷി. ആരംഭത്തിൽ തന്നെ ഏകദേശം വർഷാരംഭത്തിൽ ആണ് മഞ്ഞളിൻ്റെ വിളവിറക്കുന്നത്. അതിലേക്ക് അടിക്ക് ചാണകം പൊടിയിടും. ചാണകപ്പൊടിയിട്ട് ഒരു 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പുല്ല് പറിക്കും. പുല്ല് പറിച്ച് രണ്ടാമത്തെ വളമായിട്ട് കോഴിക്കാട്ടം ഇടും. കോഴിക്കാട്ടിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ 4 മാസം കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളിന് ആ പ്രാവശ്യത്തെ വളം കൊടുക്കരുത്. 4 മാസം കഴിഞ്ഞിടുന്ന വളം മഞ്ഞൾ ആ പ്രാവശ്യത്തിലേക്ക് കിട്ടുന്നതല്ല. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിഞ്ചി. 16 അടി നീളത്തിൽ 4 അടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരന് പോലും ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ആകാശ ദൃശ്യങ്ങളിലൂടെ മാത്രമേ മുഴുവനായി കാണാൻ കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ സാധാരണക്കാരന് പോലും ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയും രീതിയിൽ ഉരുൾപൊട്ടൽ രേഖാശില്പം നിർമ്മിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ്. 16 അടി നീളത്തിൽ 4 അടി വീതിയിലാണ് മിനിയേച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ 7 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗമാണ് മിനിയേച്ചറിലുള്ളത്. ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനായാണ് മിനിയേച്ചർ നിർമ്മിച്ചത്. സുമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ്. 5 ദിവസങ്ങളെടുത്താണ് മിനിയേച്ചർ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂഫോം ഫൈബർ, അലങ്കാര ചെടികൾ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 4 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. 2 പ്ലൈവുഡിലാണ്, 8x4 പ്ലൈവുഡിൽ 16 അടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഏകദേശം ഒരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കാട്ടാനക്കൂട്ടമിറങ്ങി പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. പെരിങ്ങൽകുത്ത് പൊളിയലപ്പാറ ക്രിസ്തുരാജ പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം ഇറങ്ങിയത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കയറിയ ആനക്കൂട്ടം അൾത്താരയിലെ ബലിപീഠം മറിച്ചിട്ടു. ഫാൻ, മൈക്ക, സ്പീക്കർ, കസേരകൾ തുടങ്ങിയവ നശിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പള്ളിയിലാണ് ആനക്കൂട്ടം നാശനഷ്ടങ്ങൾ വരുത്തിയത്. രാവിലെ വിശ്വാസികൾ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. കൊടകര മേൽപ്പാലത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതിയെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ സ്വദേശിയായ 20 വയസ്സുകാരിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കാലിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതി കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവിനോടൊപ്പം കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വന്നതായിരുന്നു യുവതി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്നിറങ്ങിയ യുവതി മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ചാടുകയായിരുന്നു. നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തിക്കൊണ്ട് ഇനി ഇത്തരമൊരു ആഘാതമില്ലാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയസ് കുമാർ പറഞ്ഞു. ചാലക്കുടിയിലെ പരിസ്ഥിതി പൊതുപ്രവർത്തന സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന സാണ്ടർ കെ തോമസിന്റെ 12ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ശ്രേയസ് കുമാർ. മന്ത്രി P. രാജീവിന് സാണ്ടർ കെ തോമസിന്റെ പേരുള്ള പുരസ്കാരം MV ശ്രേയസ് കുമാർ നൽകി. വിദ്യാഭ്യാസ പുരസ്കാരം SH കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആയറിന് മന്ത്രി P. രാജീവ് നൽകി. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സിസ്റ്റർ ആയറിൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, MK ഭാസ്കരൻ, VO പൈലപ്പൻ, KS അശോകൻ, ജോയ് മൂത്തേടൻ, റഹീം വീട്ടിപ്പറമ്പിൽ, CB K തോമസ്, IA റപ്പായി, ജോർജ് V ഐനിക്കൽ, ജയ്സൺ മാണി,
AL കൊച്ചപ്പൻ, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങാവാൻ ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ഹരിതകർമ്മസേനയും ചേർന്ന് 15 ലക്ഷം രൂപ നൽകും. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും 1000 രൂപയിൽ കുറയാത്തതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ, ചെയർമാൻ എന്നിവർ കൂടുതൽ തുകയും ഉൾപ്പെടെ ആകെ 75,000 രൂപയും സ്ഥിരം ജീവനക്കാരും ശുചീകരണ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസത്തെ വേതനവും നൽകും. കൂടാതെ കൗൺസിൽ തീരുമാനപ്രകാരം 10 ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുള്ള വിഹിതവും ഉൾപ്പെടെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ചെയർമാൻ എബി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് 4 കോടി രൂപ ചെലവിൽ പുതുക്കി നിർമ്മിക്കുന്നു. ഏറെ നാളത്തെ ഒരു ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ഇതിന് പരിഹാരം കാണുവാനാണ് പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ സ്ഥല സന്ദർശനവും വിശദീകരണ യോഗവും നടത്തി. MLA സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ള 4 കോടി രൂപയുടെ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടിയാണ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള കൂടിയാലോചന നടന്നത്. ചാലക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ കണക്കിലെടുത്ത് ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാകണം എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതെന്ന് MLA നിർദ്ദേശം നൽകി. എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഏഴ് പാവപ്പെട്ട മനുഷ്യന്മാരെ ആത്മഹത്യ ചെയ്തപ്പോ അവരുടെ കണ്ണുനീരപ്പാൻ ആ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ തീരുമാനം KSRTCയിലെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സഹകരണ സൊസൈറ്റികളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് അവർ കൃത്യമായ പെൻഷൻ കൊടുത്തുകൊണ്ട് അത് 6 മാസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് തിരിച്ചടയ്ക്കുക പലിശ സഹിതം എന്ന തീരുമാനമാണ്. മുഖ്യമന്ത്രി നടത്തിയ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാക്കേണ്ടത് ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല എങ്കിൽ എന്താ അവസ്ഥ? എന്താ നടപടിയില്ല. AS ബാലൻ അധ്യക്ഷത വഹിച്ചു. TB രവി, TH വിശ്വംഭരൻ, PC രവി, NK വേലായുധൻ, CM ഗംഗൻ, CK തിലകൻ, TN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ആദിവാസി സഹോദരങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നായി സ്വരൂപിച്ച അരി, പഞ്ചസാര, തേയില, റവ, പയർ, പരിപ്പ, വസ്ത്രങ്ങൾ, ക്ലീനിംഗ് സാധനങ്ങൾ എന്നിവയും കൊണ്ടാണ് പോകുന്നത്. ദുരന്ത മേഖലയിലേക്ക് സർക്കാരും വിവിധ സംഘടനകളും ഒരുപാട് സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ആദിവാസികൾക്ക് സഹായങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ആദിവാസി മേഖലയിലെ സാമൂഹിക പ്രവർത്തകയായ അമ്മിണി വയനാടിന്റെ സഹായ അഭ്യർത്ഥന മാനിച്ചാണ് മഹാദുരന്തത്തിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ആദിവാസി ജനവിഭാഗത്തെ സഹായിക്കാൻ മനുഷ്യാവകാശ സംഘടന തയ്യാറായത്. മാടവന PS കവലയിൽ നടന്ന ചടങ്ങിൽ മനുഷ്യാവകാശ സംഘടന സംസ്ഥാന ചെയർമാൻ E. ഹാരിസ്, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ MK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ MA ആനന്ദൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു, ജോയിന്റ് സെക്രട്ടറി റോഷൻ റോയ്, സംസ്ഥാന കമ്മിറ്റി അംഗം PS ഷജീർ എന്നിവരും വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. പഴൂക്കര NSLP സ്കൂളിൽ കരനെൽ കൃഷി, പച്ചക്കറി കൃഷി എന്നിവ ആരംഭിച്ചു. നെൽകൃഷിയെ അന്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിലെ സീഡ് അംഗങ്ങളാണ് കരനെൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. അത് ഈ കുട്ടികളെ വരും തലമുറനെ എന്താണ് കൃഷി, എന്താണ് നെൽകൃഷി അല്ലെങ്കിൽ മറ്റെന്ത് കൃഷികളും പല കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്കൂളും ചിലപ്പോൾ ചെയ്യേണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര വിപുലമായിട്ട് കുറച്ച് സ്ഥലത്ത് നിന്നിട്ട് ഒരുപാട് ഇപ്പോൾ ഭൂമിയും നിലമൊക്കെ ഉള്ള കാർമൽ പോലുള്ള സ്കൂളുകളൊക്കെ അവർ പാടത്ത് ചെയ്യേണ്ടതായിരിക്കാം. പക്ഷേ അതൊക്കെ കുറേ ആൾക്കാരെ വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ കുട്ടികളെ തന്നെ പഠിപ്പിച്ച് എങ്ങനെ കൃഷി ചെയ്യണേ, ഏത് വിത്താണ് ഇറക്കണേ, എത്ര ദിവസം ഇതിൻ്റെ വിളവെടുപ്പ്, ഇതിലെന്തൊക്കെ വളങ്ങൾ ചേർക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വളർന്നു വരുന്ന തലമുറയിൽ ന്യൂ ജനറൽ ഏത് കുട്ടികൾക്ക് അറിയാൻ പറ്റാം. ഇതൊക്കെ പഠിപ്പിച്ച് അവരെ അതിനും കൂടി പ്രാപ്തമാക്കുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് ഇത്ര നല്ലൊരു മെസ്സേജ് കൊടുത്ത നമ്മുടെ സ്കൂളിൻ്റെ HMനും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി പറയണം. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ എന്നെ ഇതിന് വരണമെന്ന് വിളിച്ചപ്പോൾ എന്നിട്ട് വെറുതെ ഒരു ചടങ്ങ് അത് വന്ന് കണ്ടാണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ. യുവ കർഷക ജേതാവ് രഞ്ജിത്ത് അമ്പഴക്കാട് നെൽകൃഷിയെക്കുറിച്ച് കുട്ടികളുമായി സംവാദം നടത്തി. ഹെഡ് മിസ്റ്റർ സന്ധ്യ രാമചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് രാജീവ്, മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ, MPTA പ്രസിഡന്റ് ബിന്ദു ബാബു, PT അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വിഷരഹിത പച്ചക്കറി ജീവന്റെ അമൃതം എന്ന് മനസ്സിലാക്കി അമൃതം എന്ന പേരിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ വെണ്ട, വഴുതന, തക്കാളി, പയർ
പാവൽ, മുളക് എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. വൈക്കോൽ കൊണ്ട് പുതയിട്ടാണ് കൃഷി ചെയ്യുന്നത്. സ്കൂൾ PTA മാനേജ്മെന്റ്, കാർഷിക ക്ലബ് അംഗങ്ങൾ, സീഡ് പ്രവർത്തകർ, എക്കോ ക്ലബ് പ്രവർത്തകർ, അധ്യാപകർ എന്നിവരുടെ കൂട്ടായ സഹകരണത്തോടെയാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. KVHS സെറിയാട് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ +2 വിഭാഗത്തിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൗസിയ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത, വാർഡ് മെമ്പർ PK മുഹമ്മദ്, PTA പ്രസിഡന്റ് റാഫി, NSS വോളണ്ടിയേഴ്സ്, NSS കോർഡിനേറ്റർ ആരതി, KSPT അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള ക്ഷാമത്തിനെതിരെ മതിലകം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മതിലകം പള്ളി വളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P. മേനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, KA സുധീർ, OA ജൻറിൻ, ES നിയാസ്, KK കൃഷ്ണൻകുട്ടി, AK ഭരതൻ, OA ഷരീഫ, PR റാഫി, കിറ്റോ ജോസ്, PR രജനീഷ് എന്നിവർ സംസാരിച്ചു. വയനാട് പ്രകൃതി ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈസൺ MLA ചെക്ക് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MK ഫൽഗുനൻ, ശോഭന ശാർഗധരൻ, KM കരീം, മിനി ഷാജി, ഹഫ്സ, VS ജിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ജോയിന്റ് BDO KK സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല, മിനിമം മാർക്ക് നിർബന്ധം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനം. വൈദ്യുതി ബില്ലടച്ചില്ല, മുസരീസ് ആക്ടിവിറ്റി സെന്ററിലെ ഫ്യൂസൂരി KSCB. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ പറമ്പിൽ നിർമ്മിച്ച ആക്ടിവിറ്റി സെന്ററിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. കാട്ടാന കൂട്ടമിറങ്ങി പള്ളിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജ പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം ഇറങ്ങിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.